എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം ഈശോയുടെ രണ്ടാം വരവ് അടുത്തെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് പ്രതീക്ഷയെല്ലാം നശിച്ച് വളരെ പാപകരമായ ജീവിതത്തിലും ഒക്കെ കഴിയുന്ന, അല്ലെങ്കിൽ വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച് ജീവിക്കുന്ന അനേകം വിശ്വാസികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്തുകൊണ്ട് അങ്ങനെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് അവരിൽ പലരും ശക്തരായ വിശ്വാസികളും പ്രാർത്ഥിക്കുന്ന മനുഷ്യരും ഒക്കെയായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള പ്രതിസന്ധിയുടെ മുമ്പിൽ അവർക്ക് ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവരുടെ ജീവിതം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാതിരിക്കുകയും ചെയ്തപ്പോൾ അവർ സ്വാഭാവികമായിട്ട് മനുഷ്യസഹജമായി ഇതിനെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് യേശുവിൻ്റെ വരവിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സാധിക്കുന്നവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ യേശുവിലേക്ക് തിരികെ വന്ന് ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും ആത്മീയ ജീവിതത്തിൽ വളരുന്നതിനൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ഞാൻ ചെയ്യുന്നത്. ഇനി മുന്നോട്ടുള്ള വീഡിയോകളിൽ എങ്ങനെയാണ് യഥാർത്ഥ ആത്മീയ ജീവിതം നയിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. കാരണം 30 വർഷമായിട്ടുള്ള എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അത്രയധികമുണ്ട്. വളരെ വിശുദ്ധിയിൽ ജീവിച്ച മനുഷ്യർ കുറച്ചു കാലത്തിന് ശേഷം വളരെ പാപകരമായ ജീവിതത്തിലേക്കും വിശ്വാസരഹിതമായ ജീവിതത്തിലേക്ക് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പൊന്നോമനകൾ എന്ന് പറയുന്ന മനുഷ്യർ പാപത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്നത് കണ്ടിട്ടുണ്ട്. മിന്നിത്തിളങ്ങി നിന്ന നക്ഷത്രങ്ങൾ അണഞ്ഞു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയായ വഴിയിൽ ചരിച്ചിരുന്ന കുഞ്ഞാടുകൾ വഴിതെറ്റിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സാധിക്കുന്ന രീതിയിൽ ഒരു വിരാമമിടാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശമാണ് യേശുവിൻ്റെ രണ്ടാം വരവിന് മനുഷ്യരെ ആത്മീയമായിട്ട് ഒരുക്കുകയും ആത്മീയമായിട്ട് അവരെ വളരാൻ സഹായിക്കുകയും ചെയ്യുക. ഇതാണ് എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം.